ഓം നമോ ഭഗവതേ വാസുദേവായ. തത്ര തം ബുദ്ധി സംയോഗം ലഭത്തെ പൗർവദേഹികം. യതതേ ച തതോ ഭൂയഃ സംസിദ്ധൗ കുരു നന്ദന. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയത്തെ ഹ്യവശോऽपि സഃ. ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തത്തെ. പ്രയത്നാദ്യതമാനസ്തു യോഗി സംശുദ്ധ കിൽബിഷഃ. അനേകജന്മ സംസിദ്ധസ്തതോ യാതി പരാം ഗതിം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 3 ശ്ലോകങ്ങൾ 43, 44, 45 ഇത്രയും ശ്ലോകങ്ങൾ പഠിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ വാക്കുകളാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ, അതായത് 42ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, അതിൻ്റെ ഒരു ചോദ്യത്തിനുള്ള സംശയമായിട്ടാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ യോഗ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞ മാതിരി സർവ്വ ജീവജാലങ്ങളിലും ഒരേ ഈശ്വര ചൈതന്യമാണുള്ളത് എന്ന ആശയമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു. കുറേ കാലം പരിശ്രമിച്ചു, മരിച്ചുപോയി, അല്ലെങ്കിൽ അതൊന്ന് വ്യതിചലിച്ചു പോയി എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാളുടെ സ്ഥിതി എന്താവും എന്നായിരുന്നു അർജുൻ്റെ സംശയം. അപ്പം പറഞ്ഞു, തുടങ്ങി വെച്ചിട്ടുണ്ടോ, എന്നാൽ ഫലം കിട്ടാതിരിക്കില്ല, നശിച്ചു പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് ഭഗവാൻ പറഞ്ഞു. പിന്നെ ഓരോരോ അവസ്ഥ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഇവർ ചെയ്യുക, എന്തൊക്കെ മാറ്റങ്ങൾ ഇവർക്ക് വരുന്നു, മരണാനന്തരം എന്ത് സംഭവിക്കുന്നു, പിന്നീട് ജന്മം എടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പറയുന്നു, തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം. യതതേ ച തതോ ഭൂയ സംസിദ്ധൗ കുരുനന്ദന. കുരുനന്ദന, പാണ്ഡവ, അർജുന, അങ്ങനെ പല പേരുകളിലും ഭഗവാൻ അങ്ങനെ വിളിക്കും. ഇപ്പോൾ കുരുനന്ദന, കുരുവംശത്തിൽ ജനിച്ചവനെ എന്നുള്ള അർത്ഥത്തിൽ അർജുന എന്ന് വിളിക്കുകയാണ്. കുരുനന്ദന, നീ ഒട്ടും പേടിക്കണ്ട. പൗർവദേഹികം എന്ന് പറഞ്ഞാൽ പൂർവ്വദേഹ സംബന്ധമായ, ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായ ആ സൽപ്രവൃത്തിയുടെ ഫലമായിട്ട് പിന്നെയും ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? യതതേ, അങ്ങനെ ഈ കർമ്മം തന്നെ തുടരുന്നു. സംസിദ്ധിക്കായിക്കൊണ്ട് യത്നിക്കുന്നു, പ്രയത്നിക്കുന്നു. കിട്ടിയത് പോരാ എന്ന് പറഞ്ഞാൽ കുറേ നല്ല കർമ്മങ്ങൾ ചെയ്തു, പൂർണ്ണമായില്ല, അവിടെ നിർത്തിവെച്ചു. ഒരു 50% ആയിട്ടേ ഉള്ളെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്കുള്ള 51, 51 എന്ന രീതിയിൽ പിന്നെയും യത്നിക്കുന്നു. യത്നം പൂർവ്വം ഉള്ള ആ ഫലത്തിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ പൂർവ്വജന്മ സുഹൃതത്തിൻ്റെ ഫലം എന്ന് തന്നെ പറയട്ടെ, വീണ്ടും യത്നിക്കുന്നു. ജാമലിൻ്റെ കഥയിലൊക്കെ നമ്മൾ കണ്ടു, ആദ്യത്തെ ആ കർമ്മ ഫലം പൂർവ്വജന്മല്ല, ജന്മത്തിൻ്റെ ഈ ജന്മത്തിൽ തന്നെ പൂർവ്വഭാഗത്തിൻ്റെ ഗുണം കൊണ്ട് എന്തായില്ല, പിന്നെ ബാക്കി ഭാഗം, ഉത്തരാർദ്ധം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പിന്നീടുള്ള ഭാഗം കുറച്ച് മോശമായാലും അങ്ങനെ പോയാലും അവസാനം നാരായണായേതി, നാരായണ എന്ന് ജപിച്ചതിൻ്റെ ഫലമായിട്ട് വിഷ്ണുദൂതന്മാർ വന്നു കരകയറ്റി. പിന്നെ ഒരു വിളിയുണ്ട് രാവണന്, നാരായണ എന്ന ഗംഗാനദിയിലൊക്കെ കുളിച്ച് ഒരു നാമജപമുണ്ട്. ആ ഒരു നാമജപത്തിൻ്റെ ഒരു പ്രാധാന്യം വളരെ കൂടുതലാണ്. ഇതിനു മുമ്പ് ജപിച്ചു, ആദ്യം നന്നായിട്ടൊക്കെ ചെയ്തു, പിന്നീട് വെറും ഒരു നാമം എന്ന് പറഞ്ഞാൽ മകനെ വിളിക്കുക എന്ന രീതിയിലൊരു വിളി ഉണ്ടായിട്ടുള്ളൂ. അത് ഓടുകൂടി അങ്ങോട്ട് മാറി ആ നാമജപത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് പിന്നീടുള്ള നാമജപം പരിപൂർണമായിട്ട് ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരനിൽ മാത്രം മനസ്സ് വെച്ചിട്ടുള്ളൊരു വിളിയുണ്ട്. ആ വിളിയോടുകൂടി മോക്ഷം ലഭിച്ചു എന്ന് നമ്മൾ ഭാഗവതത്തിൽ കണ്ടു. അതുപോലെ തന്നെ പറയുന്നു, ഇവിടെ ഇനിയും ലഭിക്കാനായിക്കൊണ്ട് യത്നിക്കുന്നു. എന്ത്? സംസിദ്ധിക്കായിക്കൊണ്ട് യത്നിക്കുന്നു. ആര്? ഒരു യോഗിയാവാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞ മാതിരി ജീവിക്കാൻ ശ്രമിച്ച് പൂർണ്ണതയിലെത്താതെ ജീവിതം പല രീതിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടും, മരിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോ
എന്നാലും പിന്നെ ബാക്കി അങ്ങോട്ട് പൂർവാധികം ശക്തിയായിട്ട് തന്നെ തുടരുന്നു, നശിക്കുകയല്ല ചെയ്യുന്നത് എന്ന് 43-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. പിന്നെ പറയുന്നു പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സാം ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതേ. കാരണം പറയാണ്, ഈ ശബ്ദബ്രഹ്മം വേദത്തിൽ പറഞ്ഞ മാതിരി ഒക്കെ ജീവിക്കാൻ. അപ്പൊ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടേ എന്ത്? സ്വർഗകാമോ യജേതാം, സ്വർഗം കിട്ടുവാനായിക്കൊണ്ട് യാഗം ചെയ്യൂ. അത് കർമ്മവാസന ഉണ്ടാക്കുക ചെയ്യുന്നത്. ഇല്ലെങ്കിൽ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. എന്താ ഇതിന്റെ ഫലം കിട്ടുക? കർമ്മം ചെയ്താൽ ഇപ്പം സ്വർഗം കിട്ടും. അപ്പൊ അങ്ങനെ സ്വർഗം കിട്ടാനായിക്കൊണ്ടൊക്കെ ശ്രമിച്ചിട്ട് എങ്കിലും നല്ല കർമ്മമാണല്ലോ ചെയ്യുന്നത്. പക്ഷെ അതല്ല വേണ്ടത്. സ്വർഗമല്ല നമ്മുടെ ലക്ഷ്യം. എന്താണ് നമ്മുടെ ലക്ഷ്യം? ഈശ്വരപ്രാപ്തിയാണ്. സ്വർഗം ആർക്ക് വേണം? അതൊന്നും അല്ല വേണ്ടത്. കൃഷ്ണനെ കിട്ടണം, മോക്ഷം കിട്ടണം. ജീവിത ലക്ഷ്യം എന്താണ്? പരമേവ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അവിടെയാണ്. പരമമായ ഒരു സ്ഥാനമുണ്ട്, അവിടേക്കാണ് പോകേണ്ടത്. അല്ലാണ്ട് സ്വർഗമൊന്നുമല്ല, ലൗകികമായിട്ടുള്ള നേട്ടങ്ങളോ ഈ ലൗകിക സുഖങ്ങളോ അല്ല. അതനുഭവിച്ച് അത് തൃപ്തി വരില്ല. എത്ര അനുഭവിച്ചാലും തൃപ്തി വരില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ ഇതിനോടൊരു വിരക്തി വന്ന് ശരിയായിട്ടുള്ള സത്യത്തെ കാണാൻ സാധിക്കുന്ന അതൊരു മൂടലാണ്. കാരണം കണ്ണിന് കാഴ്ചയ്ക്ക് മരുന്നൊഴിച്ചാൽ ക്രമേണ യഥാത്മാ പരിമധ്യദേശോ എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അങ്ങനെ ആ മരുന്നൊഴിച്ച് അല്ലെങ്കിൽ കണ്ണെഴുതി അഞ്ജനം കൊണ്ട് കണ്ണെഴുതിയിട്ട് കണ്ണിലുള്ള ആ ദുഷ്ടമോ ചീത്തതായിട്ടുള്ളതോ കണ്ണിൽ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് ആ കണ്ണുനീരിനാൽ അതെല്ലാം കഴുകി ശുദ്ധമായാൽ ഏത് പ്രകാരം വസ്തുവിനെ കാണാൻ സാധിക്കുന്നുവോ, യഥാർത്ഥ രൂപത്തിൽ കാണാൻ സാധിക്കുന്നുവോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ പഴയ രീതിയിൽ പറഞ്ഞതാണത്. ഇപ്പം പറയുകയാണെന്ന് വെച്ചാൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു, കണ്ണിൻ്റെ ആ തിമിരം അങ്ങോട്ട് പോയി, ഇപ്പം നന്നായിട്ട് കാണാനും വായിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരി ക്രമേണ എല്ലാറ്റിനെയും വിട്ട് പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ജിജ്ഞാസു ആയിരിക്കണം. ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ അറിയാൻ ആഗ്രഹമുള്ള ആള്. ഞാതും ഇച്ഛു. അപ്പോൾ ഇച്ഛ വേണം, ആഗ്രഹം വേണം, അറിയാൻ. അങ്ങനെയുള്ള ആൾക്ക് എന്തു പോകുന്നു? ഇതിനൊക്കെ അതിക്രമിക്കാൻ സാധിക്കുന്നു. ഈ സുഖമൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ഏതാണ്? പരമമായ സുഖമാണ്. ഇത് വേണ്ട, ഇത് കിട്ടി മതിയായി. ഇതിൽ തൃപ്തി ഇനി വരില്ല. എന്താ വെച്ചാൽ തൃപ്തിയാകാ മനസ്സിനൊരു കാലം 10 കിട്ടുകിൽ 100 മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്നും എന്ന് ജ്ഞാനപാലിൽ പൂന്താനം പറഞ്ഞ മാതിരി ഇത് തൃപ്തി വരില്ല. സുഖങ്ങളെ അല്ലെങ്കിൽ ലൗകിക സുഖങ്ങൾക്ക് എന്തില്ല, സുഖിപ്പിക്കാൻ സാധിക്കില്ല. കുറച്ചൊരു സുഖം തോന്നി, പിന്നെ അതിൽ തൃപ്തിപ്പെടില്ല. പിന്നെയും ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണം എന്നിങ്ങനെ വിചാരിച്ച് അത്യാഗ്രഹം കൊണ്ട് അങ്ങനെ ജീവിക്കേണ്ടി വരികയുള്ളൂ എന്നുള്ള അവസ്ഥ മനസ്സിലാക്കിയിട്ട് പിന്നെ മനസ്സിലാവും സത്യമായിട്ടുള്ളത് എന്താണ്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ആ ബ്രഹ്മം സാക്ഷാൽ ഗുരുവായൂരപ്പനെ നാരായണത്തിൽ പറഞ്ഞ മാതിരി എന്താണ്? ഖലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അങ്ങനെയുള്ള ആ പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ വ്യതിചലിക്കാൻ തോന്നും, ഇതെനിക്ക് വേണ്ട എന്ന് അങ്ങോട്ട് എത്തും. ചിലപ്പോൾ മറ്റതും പറ്റും. ഈശ്വരൻ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടോ? ലൗകിക സുഖം ഇതാണ് എനിക്ക് കിട്ടുന്ന ജീവിത ലക്ഷ്യം. എന്താ? സുഖമായിട്ട് ജീവിക്കുക, ഈ ജന്മത്തിൽ ഉള്ള എല്ലാ സുഖങ്ങളും അനുഭവിക്കണം, ഇതന്നെ ശരിയെന്ന് മാറി ചിന്തിക്കാം. പക്ഷേ ജിജ്ഞാസുവായിട്ട് വരുമ്പോൾ ഇതിനെ അതിക്രമിക്കുന്നു എന്ന്. ശ്രീരാമകൃഷ്ണദേവൻ്റെ കഥയിൽ ജീവിതത്തിൽ ഒരു പൂജാരിയായിട്ട് ദക്ഷിണേശ്വരത്തിൽ കാളി മാതാവിൻ്റെ അമ്പലത്തിൽ പൂജാരിയാണ് ശ്രീരാമകൃഷ്ണദേവൻ. അപ്പോൾ സാധാരണക്കാരൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാരെ വിഗ്രഹത്തിൽ ഈശ്വരൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇതൊരു കല്ല് അല്ലേ, അല്ലെങ്കിൽ വിവിധ ബിംബങ്ങൾ പല രീതിയിലുണ്ടാവും. അപ്പോൾ ശില ഉണ്ടാവും, പിന്നെ ദാരു മരം കൊണ്ടുള്ളതുണ്ടാവും, പിന്നെ ലോഹം കൊണ്ട് അതൊക്കെ ഉണ്ടാവും. ഇവിടെ ഈ കരിങ്കല്ലിലുള്ള കാളി വിഗ്രഹത്തിൽ ഈശ്വരൻ ഉണ്ടോ? അല്ലെങ്കിൽ ഇതാണോ ഈശ്വരൻ? ഈ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതിന് ലക്ഷ്യം, ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? യഥാർത്ഥത്തിൽ ഇതൊരു വെറും കല്ലാണോ
അതോ യഥാർത്ഥത്തിൽ ഈ സാക്ഷാൽ കാളി മാതാവാണോ എന്ന് ചിന്തിച്ച് എനിക്ക് ഈ രൂപത്തിൽ കല്ലിങ്ങനെ ആയാൽ പോരാ, ശരിക്ക് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം മാതാവായിട്ട്, വിഗ്രഹമായിട്ടല്ല വേണ്ടത് എന്ന് പ്രാർത്ഥിച്ചു. ശക്തമായിട്ട് ദർശനം കിട്ടുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഇനി എനിക്ക് ദർശനം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഭഗവതിയുടെ അല്ലെങ്കിൽ കാളി മാതാവിൻ്റെ അവിടെയുള്ള കയ്യിലുള്ള ആ വാള് കണ്ടെടുത്ത് ഞാൻ എൻ്റെ തല വെട്ടും എന്ന് ശക്തമായിട്ട് ദേവിയോട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്തായി? ദർശനം സാക്ഷാൽ ദേവിയായിട്ട് ദർശനം ലഭിച്ചു എന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ കഥയിലുണ്ട്. അപ്പോൾ ജിജ്ഞാസു അങ്ങോട്ട് ആവുമ്പോൾ, അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമ്പോൾ ഈ കാണുന്നത് മുഴുവൻ ഈശ്വരനാണ്. വിഗ്രഹത്തിലെങ്കിലും കാണാനേ നമ്മൾക്ക് സാധിക്കുന്നുള്ളൂ. സർവചരാചരങ്ങളിലും ഈശ്വരനാണെന്നുള്ള തത്വം യോഗിക്ക് ബോധ്യപ്പെടും. കഴിഞ്ഞ ജന്മത്തിൻ്റെ പൂർവ്വവാസന കൊണ്ടാണ് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ പൂർണ്ണമായിട്ട് സർവം ഖൽവിദം ബ്രഹ്മ എന്ന അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ ഈശ്വരനല്ലാതെ ഒന്നുമില്ല, സർവം വിഷ്ണുമയം ജഗത് എന്നുള്ള അവസ്ഥയിലേക്ക് അയാളെത്തും. തടസ്സങ്ങളൊന്നും അതിനൊക്കെ അതിക്രമിച്ച് അതിനൊക്കെ തട്ടി നീക്കിയിട്ട് മുന്നോട്ട് നീങ്ങും. ഈശ്വരനെ കാണാനുള്ള ആഗ്രഹം ശക്തമായപ്പോൾ പിന്നെ ഈശ്വരൻ ദർശനം കൊടുക്കും. ഭാഗവതത്തിൽ നമ്മൾ കണ്ടുല്ലേ, ധ്രുവചരിതം. ധ്രുവനെ അവമാനിച്ചു അല്ലെങ്കിൽ വളരെയധികം വ്യസനിപ്പിച്ചു. ആരുടെ? സുരുചിയുടെ വാക്കുകൾ. അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്ക് അടിയവരിട്ടു. എന്താണ്? ഈശ്വരനെ ഭജിച്ച് പ്രത്യക്ഷമാക്കിയാൽ എല്ലാ കാര്യവും സാധിക്കും എന്നല്ലേ പറഞ്ഞത്. ജന്മം എടുക്കണം, അമ്മയുടെ സുരുചി അമ്മയുടെ വയറ്റിൽ ജനിക്കണം എന്നൊക്കെയാണ്. അതൊക്കെ ആണ് വിട്ടു. ഈശ്വരനെ കാണുന്നവിടെ ഉറപ്പിച്ചു, അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ തടസ്സങ്ങളുണ്ടായി. നാരദ മഹർഷി ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ എവിടേക്കായി പോകുന്നത്? കാട്ടിലേക്ക് താമസിക്കുക, കാട്ടിലേക്കോ? എന്താ ആവശ്യം? എനിക്ക് ആവശ്യം ഈശ്വരനെ കാണുക തന്നെയാണ്. അതിൻ്റെ ഇതല്ലേ വേണ്ടത്. അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ അംഗീകരിക്കണം, അവിടെ സുഖമായിട്ടിരിക്കണം, അച്ഛനെ മടിയിരിക്കണം, അതൊക്കെ സാധിക്കും, വരും എൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കിയത്. എനിക്ക് വേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ മടിയിരിക്കലല്ല, അത് വേണം, അത് വേറെ കാര്യം. എനിക്ക് വേണ്ടത് എൻ്റെ കൃഷ്ണനെ കാണണം, അല്ലെങ്കിൽ ഭഗവാനെ കണ്ട് ചില കാര്യങ്ങൾ ചോദിക്കണം, കാണണം. കണ്ണനെ കാണണം, കണ്ണനെ കാണണം, കണ്ണനൻ കണ്ണിനു കർപ്പൂരമാകണം എന്നുള്ള ആ ഒരു ദൃഢ നിശ്ചയം ബാലൻ മുന്നോട്ട് നീങ്ങുന്ന ഉറപ്പായപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അതന്നെ ഞാനും വിചാരിച്ചത്, ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ, എത്ര കണ്ട് തീവ്രതയുണ്ട് ഈശ്വരനെ കാണാൻ. അപ്പോൾ അങ്ങോട്ട് പോയാൽ ഭജിക്കണ്ടേ, പോകേണ്ട സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവിടെ എത്തിയാൽ ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം, ഈ മന്ത്രം ജപിച്ചാൽ ഭഗവാനെ കാണാൻ സാധിക്കും. എന്താ മന്ത്രം? ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ ആ മന്ത്രോപദേശം ലഭിച്ച ധ്രുവൻ ഭഗവാനെ പ്രത്യക്ഷമാക്കി തപസ് ചെയ്ത് എന്ന് ഭാഗവതത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ ആ തീവ്രത വരും, അങ്ങനെ ഈശ്വരനെ കാണാൻ സാധിക്കും എന്നാണ് ഈ 44-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. പിന്നെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് 45-ാമത്തെ ശ്ലോകം. ഇതിങ്ങനെ കൂട്ടിക്കൊട്ടായി ഈ അധ്യായം അങ്ങനെ കഴിയാൻ പോവുകയാണ്. ഞാൻ പറയാറുണ്ട്, ഗുരുവായൂരമ്പലത്തിൽ ഉച്ചപൂജയ്ക്ക് നട തുറക്കാറാവുന്നതിന് മുമ്പുള്ള ആ ഒരു കൊട്ടുണ്ട്, അങ്ങനെ തന്നെ നട അടച്ചാൽ തന്നെ കൊട്ടും. അതങ്ങനെ മുറുകി കൊട്ടി കയറി ഇപ്പം അങ്ങോട്ട് നട തുറക്കും എന്നുള്ള അവസ്ഥ അങ്ങനെ എത്തും. ഇല്ല, പിന്നെയും താഴേക്ക് ഇറങ്ങും, പിന്നെയും കയറും, അങ്ങനെ അവസാനം അങ്ങനെ മൂർധന്യത്തിൽ അങ്ങോട്ട് എത്തുമ്പോൾ നട അങ്ങോട്ട് തുറക്കും. അതുപോലെ യജിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ശക്തമായിട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ദർശനം ലഭിക്കും. പ്രയത്നാദ് യതമാനസ്തു യോഗീ സംശുദ്ധകിൽബിഷാം അനേക ജന്മ സംസിദ്ധ തതോ യാതി പരാം ഗതിം. അങ്ങനെ പരമമായ ഗതിയെ പ്രാപിക്കുന്നു. എങ്ങനെ? ഇങ്ങനെ യജിച്ചിട്ട് ഭഗവാനെ ധ്യാനിച്ചിട്ട് ഭജിച്ചിട്ട്, അതല്ലെങ്കിൽ കർമ്മം ചെയ്തിട്ട് തന്നെ രണ്ടു പറയുന്നുണ്ട്. ഭജന പല രീതിയിലാണ്. ഏത് കർമ്മവും ഈശ്വരാർപ്പണമാവുമ്പോൾ അത് പൂജയായി മാറുന്നു. അപ്പോൾ കർമ്മത്തിൻ്റെ വഴിക്ക് കർമ്മം ചെയ്ത് അവസാനം കർമ്മ വിമുക്തനാവുന്നു. അല്ലെങ്കിൽ ഭക്തിയായാലും കർമ്മമായാലും എല്ലാം
എത്തിക്കുന്നത് ഒരേ ദിക്കിലേക്കാണ്. ഡിഫറെൻറ്റ് വേസ് ടു സെയിം ഗോൾ എന്നാണ്. വ്യത്യസ്ത മാർഗങ്ങൾ ഒരേ ലക്ഷ്യത്തിലേക്ക്. ലക്ഷ്യം പലതായിരിക്കാം, അല്ല, മാർഗം പലതായിരിക്കാം, ലക്ഷ്യം ഒന്നാണ്. ആ പ്രയത്നം കൊണ്ട് ഒരു സംശുദ്ധ കിൽഭിഷനായിട്ട് എല്ലാ പാപങ്ങളും ഇല്ലാതായിട്ട് പാപവാസനകളെല്ലാം അകന്ന് ശുദ്ധനായി അനേക ജന്മത്താൽ സിദ്ധി നേടിയവനായി പിന്നെ പരമഗതിയെ പ്രാപിക്കുന്നു. പരമമായ ഗതി പ്രാപിക്കും. അപ്പോൾ സംശയം തീർന്നുകൊണ്ടിരിക്കുക. അർജുനന്റെ സംശയം എന്തായിരുന്നു? ഇങ്ങനെ യജനം ചെയ്തിട്ട് അവസാനം നാശമാവോ ഫലം? അല്ല എന്ന് വ്യക്തമാക്കുന്നു. ശ്രീകൃഷ്ണാർപ്പണമസ്തു.